എല്ലാവർക്കും സിന്ധുസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവകാഡോ വെച്ചിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. സാധാരണ ഈ അവകാഡോ കഴിക്കാൻ അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. സാധാരണ ഇത് നമ്മൾ സാലഡ് ആയിട്ടോ അല്ലെങ്കിൽ സ്മൂത്തി ആയിട്ടൊക്കെയാണ് കഴിക്കാറുള്ളത്. പക്ഷേ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്കിത് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുകയൊന്നുമില്ല, കാരണം ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് ഈ അവകാഡോ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ബട്ടർ ഫ്രൂട്ട് അഥവാ അവകാഡോ എന്നറിയപ്പെടുന്ന ഈ ഫ്രൂട്ട് ഞാൻ ആദ്യമായിട്ട് കഴിച്ചത് കൂർഗിൽ നിന്നാണ്. അതിനുശേഷം ഞാനിവിടെ ദുബായിൽ വന്ന ശേഷം ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അവകാഡോ വെച്ചിട്ടുള്ള നല്ലൊരു ഐസ്ക്രീമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു പഴുത്തൊരു അവകാഡോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനത് അവകാഡോ ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ പൾപ്പൊന്ന് എടുക്കാം, എന്നിട്ട് ഇതൊന്ന് മാഷ് ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് നമ്മളത് ഐസ്ക്രീമായിട്ട് തയ്യാറാക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അവകാഡോ. പ്രത്യേകിച്ച് ഡയബറ്റിക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫ്രൂട്ടാണ്. ആദ്യം നമുക്ക് ഇന്ന് സ്കിന്നിൽ നിന്ന് ഇതിൻ്റെ പൾപ്പൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. അതുപോലെ മറ്റേതിൻ്റെയും സ്കിന്നൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഫോർക്ക് വെച്ചൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നന്നായി മാഷായി കിട്ടുന്നതാണ്. ഒരു ചെറിയൊരു തരിതരിപ്പോടു കൂടിയാണ് നമ്മളത് മാഷ് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെതാ നമ്മുടെ അവകാഡോ ഒക്കെ നന്നായി മാഷായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഈ ഒരു രീതിയിലാണ് മാഷായി കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ബൗളും അതുപോലെ തന്നെ ഈ ബ്ലേഡും ഒരു 10 മിനിറ്റ് നേരം ഫ്രീസറിലൊന്ന് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കിയിടും. ഞാനിവിടെ പൗഡേർഡ് ഫോമിലുള്ള വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. ഒരു പാക്കറ്റ് വിപ്പിംഗ് ക്രീം പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് തണുത്ത പാലാണ് ചേർക്കുന്നത്. ആദ്യം നമുക്കൊരു സ്ലോ സ്പീഡിലാണ് കറക്കിയെടുക്കേണ്ടത്. പിന്നീട് ഗ്രാജുവലി സ്പീഡ് കൂട്ടി എടുക്കാം. തിക്കാവുന്നവരെയാണ് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത്. എൻ്റെ വിപ്പിംഗ് ക്രീമിന് നല്ല മധുരമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത ശേഷം പഞ്ചസാരയോ അതല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ചേർക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീമാണെന്നുണ്ടെങ്കിൽ പാല് ചേർക്കേണ്ട ആവശ്യമില്ല. വിപ്പിംഗ് ക്രീം മാത്രം ബ്ലെൻഡ് ചെയ്തെടുത്താലും മതി. അതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ ഡബിൾ സൈസായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള അവകാഡോ ആണ് ചേർക്കുന്നത്. കംപ്ലീറ്റ് അവകാഡോ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ വീഡിയോയിലേക്ക് എടുക്കുന്നതുകൊണ്ട് അല്പം ഗ്രീൻ ഫുഡ് കളറും കൂടി ചേർക്കുന്നുണ്ട്. പക്ഷേ ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഫുഡ് കളറും കൂടി ചേർക്കുന്നത്. 1-2 ഡ്രോപ്പ് ഫുഡ് കളർ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് സ്ലോ സ്പീഡിലാണ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത്. അവകാഡോയും അതിൽ ചേർത്തിട്ടുള്ള കളറും നന്നായി ഒന്ന് ബ്ലെൻഡായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അങ്ങനത്തെ അവകാഡോയും ഫുഡ് കളറും എല്ലാം ഒന്ന് ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. എല്ലാം സെറ്റ് ചെയ്ത ശേഷം ഞാൻ മധുരം ഒന്ന് ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ കുറച്ച് മധുരം കുറവുണ്ട്. മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പൊടിച്ച പഞ്ചസാരയും കൂടി ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതും കൂടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ വിപ്പിംഗ് ക്രീമിൽ മധുരം ഇല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ ഇതുപോലെ പഞ്ചസാര പൊടിച്ചതോ ചേർത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് പിസ്താഷ്യോ ആണ്. നന്നായി ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അവകാഡോ ഐസ്ക്രീം കഴിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെ പിസ്താഷ്യോ ചേർത്ത ശേഷം ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം.
ഇനി നമുക്ക് ഐസ്ക്രീം സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഐസ്ക്രീം മിക്സ് ചേർക്കാം. അതിനുശേഷം ഓവർനൈറ്റോ അതല്ലെങ്കിൽ ഒരു 8 മണിക്കൂറോ ആണ് നമുക്കത് സെറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത്. ഒരു ക്ലിൻ റാപ്പ് വെച്ച് കവർ ചെയ്ത ശേഷമാണ് സെറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നന്നായി കവർ ചെയ്തിട്ടാണ് ഫ്രീസറിൽ വെക്കുന്നത്. അതിനകത്ത് കുറച്ച് പിസ്താഷ്യോ ഒന്ന് ഇതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലിൻ റാപ്പ് വെച്ചൊന്ന് കവർ ചെയ്തെടുക്കാം. അതിനകത്ത് ഒരു ക്ലിൻ റാപ്പ് വെച്ചൊന്ന് കവർ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഇന്ന് സെറ്റ് ആയ ശേഷം നമുക്കെടുക്കാം. അങ്ങനെ നമ്മുടെ അവകാഡോ ഐസ്ക്രീമൊക്കെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് സെറ്റായോ എന്നുള്ളതൊന്ന് തുറന്ന് നോക്കാം. നല്ല പെർഫെക്റ്റ് കളറോട് കൂടി തന്നെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള അവകാഡോ ഐസ്ക്രീമാണ് തയ്യാറായിരിക്കുന്നത്. അപ്പോൾ അവകാഡോ കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്ക് പോലും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കഴിക്കുന്നതായിരിക്കും. അതിനത് ബൗളിലേക്ക് ചേർക്കുകയാണ്. അതിനത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിനത് രണ്ടാമത്തെ സ്കൂപ്പും എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഐസ്ക്രീം ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് എല്ലാം മറക്കരുത്. ഈ ഒരു ഐസ്ക്രീം കഴിക്കുമ്പോൾ അതിനകത്ത് പിസ്തയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് എല്ലാം മറക്കരുത്. താങ്ക് യു.